നാളെ ധനുമാസം 1. ഈ ദിവസം മുതൽ ശുക്രദശ തുടങ്ങുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. പരമശിവന്റെ ജന്മനാൾ വരുന്ന മാസമാണ് ധനുമാസം 1 എന്നത്. തിരുവാതിര പോലുള്ള ആഘോഷങ്ങൾ വരുന്നത് ഈ മാസത്തിലാണ്. ഈ മലയാള മാസം മുതൽ ചില നക്ഷത്രക്കാർക്ക് ജ്യോതിഷപ്രകാരം ശുക്രദശ ആരംഭിക്കുന്നു എന്ന് വേണം നമുക്ക് പറയുവാനായിട്ട്. രാജയോഗം വരെ സിദ്ധിക്കാൻ സാധിക്കുന്ന ഒന്നാണിത്. 9 നക്ഷത്രക്കാർക്ക് ആണ് ഏറ്റവും കൂടുതൽ നേട്ടമായി വരുന്നത്. ആദ്യത്തേത് ഭരണി, 1ാമത്തെ നക്ഷത്രം. എന്നാൽ ഈ മാസം ഈ നാളുകാർക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും തീർന്നു കിട്ടും. രോഗശാന്തി ഉണ്ടാകും. പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഇത്. തൊഴിൽ, ബിസിനസ് രംഗത്ത് ഏറെ ഭാഗ്യങ്ങളുണ്ടാകും. ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ഗുണങ്ങൾ വരും. വിദ്യാവിജയവും അനുകൂല ഫലങ്ങളുമാണ് ഈ നക്ഷത്രത്തിന് പറയുന്നത്. 2 കാര്യം ഇവർ ചെയ്യുന്നത് നല്ലതാണ്. നാഗദൈവങ്ങൾക്ക് വഴിപാട്, ദേവീക്ഷേത്രത്തിൽ ചുവന്ന മാല സമർപ്പിക്കുക എന്നതാണ് ഇത്. ദേവി നാഗചൈതന്യം ലഭിക്കുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത്. അടുത്തത് ഉത്രട്ടാതി. ഉത്രട്ടാതി ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്ത് ഉയരത്തിലെത്താൻ സാധിക്കുന്ന സമയമാണിത്. മുങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന സമയം. തൊഴിലിൽ ഉയർച്ച, സന്താനഭാഗ്യം, വിവാഹയോഗം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും. ഗജകേസരി യോഗത്തിന് തുല്യമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നു. ഈ നക്ഷത്രത്തിൻ്റെ പ്രഭാവത്തിൽ ഇവരുടെ വീട്ടിൽ പോലും ഉയർച്ച കാണുന്നതാണ്. 3ാമത്തെ നക്ഷത്രം തിരുവോണമാണ്. ഏത് കാര്യത്തിൽ കൈവച്ചാലും ഗുണമുണ്ടാകുന്ന കാലമാണ്. സാമ്പത്തിക കാര്യത്തിൽ ഏറെ ഉയർച്ചയുണ്ടാകുന്ന കാലമാണിത്. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. ഇവരെ തേടി ഏറെ അംഗീകാരങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടം കൂടിയാണിത്. അത് പ്രത്യേകം ഓർക്കുക. അഭിനന്ദനങ്ങളും അവാർഡുകളുമെല്ലാം വന്നു ചേരുന്ന കാലം. മഹാവിഷ്ണു പ്രീതി നേടുന്നത് വളരെ നല്ലതാണ്. അനിഴ നക്ഷത്രമാണ് അടുത്തത്. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്ന നക്ഷത്രമാണ് ഇവരുടെ. വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കാൻ സാധിക്കുന്ന കാലമാണ് വരുന്നത്. ഇതിനായി വഴി തെളിയുന്ന ശിവഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിനുമായ നക്ഷത്രമാണിത്. ഭഗവാന്റെ നാമം ജപിക്കുന്നത് ഏറെ ഗുണകരമാണ്. പൂയ നക്ഷത്രക്കാർക്ക് നേട്ടമുണ്ടാകുന്നു. കലാരംഗത്തുള്ളവർക്ക് ഏറെ ഉയർച്ചയുണ്ടാകുന്നു. ജീവിതത്തിൻ്റെ ഏറെ അത്ഭുതങ്ങൾ നടക്കുന്ന കാലമാണിത്. വലിയ രീതിയിലെ ഉയർച്ചകൾ ഇവരെ തേടി വരുന്നു. ശത്രുക്കൾ വരെ ഇവരുടെ ഉയർച്ച കണ്ട് അസൂയ വരും. കണ്ണീറും ദൃഷ്ടിയുമെല്ലാം വരാതിരിക്കാനായി ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. വിശാഖം. ഈ നക്ഷത്രത്തിന് ധനുമാസം ഉയർച്ചയുടെ മാസമാണ്. തൊഴിൽ സംബന്ധമായ ഉയർച്ചയുണ്ടാകും. സമ്പാദ്യം ആരംഭിക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണിത്. ചെറിയ സമ്പാദ്യമെങ്കിലും ഇത് നേട്ടം നൽകുന്ന സമയമാണ്. നാളെ മുതൽ ഇത് ആരംഭിക്കാം. ഒരു ചെറിയ കുടുക്കയിൽ 10 രൂപ വീതം ഇട്ടുവെച്ച് തുടങ്ങിയാലും ഉയർച്ചയുണ്ടാകും. കലാകായിക രംഗത്തുള്ളവർക്ക് വളരെയധികം ഉത്തമമായിരിക്കും. തൃക്കേട്ട നക്ഷത്രമാണ് അടുത്തത്. ഇവർക്കും ദുഃഖദുരിതങ്ങൾ മാറുന്ന സമയമാണ് ധനുമാസം എന്നത്. കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമെല്ലാം ഒഴിഞ്ഞു പോകുന്ന സമയമാണ് വരുന്നത്. സമാധാനപൂർണമായ ജീവിതം കൈവരാൻ പോകുന്ന സമയമാണിത്. അതിസമ്പന്ന യോഗം ഇവർക്ക് ഉണ്ടാകുന്നു. അതായത് പല ഉറവിടങ്ങളിൽ നിന്നും ധാരാളം പണം വന്നു ചേരുന്നു. ദേവീപ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. അടുത്തത് അശ്വതി നക്ഷത്രമാണ്. അവർക്ക് രാജയോഗ തുല്യമായ സമയമാണ് വരാൻ പോകുന്നത്. തൊഴിലിൽ അഭിവൃദ്ധി, കുടുംബത്തിൽ അഭിവൃദ്ധി തുടങ്ങിയ ലഭിക്കുന്നു. ലോട്ടറി ഭാഗ്യം പോലും ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ് വരുന്നത്. ശിവഭഗവാന്റെ അനുഗ്രഹം ഏറെ ലഭ്യമാകുന്ന സമയമാണിത്. ശിവഭജനം ഗുണം നൽകുന്നു. മൂലനക്ഷത്രത്തിന് കാര്യവിജയം ധനുമാസത്തിൽ ഉണ്ടാകുന്നു. ഏതു കാര്യത്തിന് ഇറങ്ങിയാലും അത് വിജയിക്കും. തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. വിലപിടിപ്പുള്ള സാധനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഗണപതി പ്രീതിയിൽ തടസ്സങ്ങൾ യാതൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ധനപരമായ മുന്നേറ്റവും ഏറെ ഉണ്ടാകും. ഉയരാനും നേട്ടങ്ങൾ കൊയ്യാനും ഈ കാലഘട്ടം സഹായിക്കുന്നു. ഇവർക്ക് ധനുമാസം ഏറെ ഉയർച്ച നൽകുന്ന കാലഘട്ടം കൂടിയാണ്. പ്രത്യേകം ഇതെല്ലാം ഓർത്തു വയ്ക്കുക.